ഇതെന്താ കരയാണോ? അല്ല സാറേ, സന്തോഷം കൊണ്ട് ഞാൻ കാരണം സാറിന് ബുദ്ധിമുട്ടായല്ലേ. എന്താ ഇഷ്ടപ്പെട്ട ഇത്? അവിടുന്ന് വരുന്ന വഴിക്ക് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു. പഴയ കേസ് വല്ലതും ആണോ? സാറിന്റെ കേസാ, മീര കേസ്. അതിന് ചേട്ടനെ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നത്? ഞാൻ സാറിനെ കാണാൻ വന്നിട്ട് തിരിച്ചു വരുന്ന വഴിയാ എന്നെ അറസ്റ്റ് ചെയ്തത്. ദേവികമ്മളുടെ കാര്യം പറയണമെന്ന്. അവന്മാർക്ക് മനസ്സിലായി കൊന്നാലും ഞാൻ പറയില്ലെന്ന്. അതെ സാറേ, എന്നെ കൊന്നാലും ഞാൻ പറയില്ലായിരുന്നു. പിന്നെ എന്നെ അറസ്റ്റ് ചെയ്ത വാർത്ത എവിടെ അറിഞ്ഞു? അങ്ങനെ ഞാൻ നിമിമോക്ക് സുഖമില്ലാതായേ. അതോടെ അവള് മുറി കയറി അടച്ചിരിക്കുകയായിരുന്നു. നിവൃത്തിയില്ലാതെയാ ഞാൻ സാറിന് ഫോൺ ചെയ്തേ. പിന്നെ തോന്നി അത് വേണ്ടായിരുന്നു എന്ന്. അതെന്താ ഇഷ്ടപ്പെട്ട? സാറേ, പോലീസ് പിന്നാലെ ഉണ്ടാവും. നമ്മുടെ ഫോൺ സംഭാഷണം ചോർത്തിയിട്ടുണ്ടെങ്കിൽ സാറിന്റെ പിന്നാലെ അവര് വരും. പിന്നെ ഞാനായിട്ട് സാറിനെ... അങ്ങനൊന്നും പറയണ്ട ഇഷ്ടപ്പെട്ട. ഒക്കെ വരുമ്പോലെ വരട്ടെ. ഇവനെന്താ ഈയിടെയായിട്ട് എപ്പോഴും മുറി പൂട്ടിക്കൊണ്ട് പോകുന്ന? വല്ല നിധി ഇരിപ്പുണ്ടോ? എന്താ? അല്ലമ്മേ, കുറച്ചു ദിവസമായിട്ട് അവൻ പുറത്തോട്ട് പോകുമ്പോ മുറി എപ്പോഴും ലോക്ക് ചെയ്യുക. മുൻപ് ഇങ്ങനൊരു ശീലം അവനുണ്ടായിരുന്നില്ല. അവനെന്തിനാ പൂട്ടിക്കൊണ്ടു പോകുന്നേ? അതാ ഞാനും ചോദിക്കുന്നേ. അവനിവിടെ ഉണ്ടെന്നിരിക്കട്ടെ, എപ്പോഴും അകത്തു നിന്ന് കുറ്റിയിട്ടിട്ടുണ്ടാവും. എന്തെങ്കിലും വിളിച്ചു ചോദിച്ചാ പലപ്പോഴും വാതില് തുറക്കാതെ അവൻ മറുപടി പറയുന്നേ. ഇവനിതെന്താ പറ്റിയേ? കുറച്ചു ദിവസമായിട്ട് ഞാനും ശ്രദ്ധിക്കുക. എന്തോ മറച്ചു പിടിക്കുന്നത് പോലെയാ അവന്റെ പെരുമാറ്റം. പലപ്പോഴും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വരാറില്ല. ബെഡ്റൂമിൽ കൊണ്ടുവച്ച് വാതിലും കുറ്റിയിട്ട് ഒറ്റയ്ക്കിരുന്നിട്ടാണ് അവൻ കഴിക്കുക. ആദ്യമൊക്കെ ഞാൻ കരുതി അവന്റെ മനപ്രയാസം കൊണ്ടായിരിക്കുമെന്ന്. ഇപ്പൊ തോന്നുന്നത് അവൻ എന്തോ ഒളിച്ചു വെക്കുകയാണെന്നാ. ഇന്ന് രാവിലെ തന്നെ വിചിത്രമായ രീതിയിലായിരുന്നു അവന്റെ പെരുമാറ്റം. ഞാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യവും ഇന്ന് വരെ അവൻ സാധിച്ചു തരാതിരുന്നിട്ടില്ല. പക്ഷേ ഇന്ന് അമ്പലത്തിൽ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടപ്പോ അവൻ ഒഴിഞ്ഞു മാറി, പിന്നെ തർക്കിച്ചു. അമ്മേ, അവൻ വരുമ്പോ നമുക്ക് ചോദിക്കണം. ഇപ്പം ഞാൻ വേണമല്ലേ? ഇതുവരെ അച്ഛനും മക്കളും ഒറ്റക്കെട്ടായിരുന്നു. എന്റെ അടുത്തുനിന്നും 3 പേരും കൂടി ഓരോന്നും മറച്ചു പിടിച്ചു. ഇപ്പൊ തമ്മിൽ കള്ളം കാണിച്ചു തുടങ്ങിയപ്പോ ഞാൻ വേണം. അമ്മ അതിന് വേറെ വ്യാഖ്യാനമൊന്നും കൊടുക്കണ്ട. എന്തായാലും അവൻ വരട്ടെ. ഈ മുറിയൊന്ന് പരിശോധിക്കണം. എന്താ അവന്റെ രഹസ്യമെന്ന് ഒന്ന് കണ്ടുപിടിക്കണം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.